നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാഷനെക്കുറിച്ച് ആഴമായി ബോധ്യപ്പെട്ടിട്ട്, ഇതൊക്കെ ഒരു ഏണി പോലെയാണ്. ഏണിയുടെ ഓരോ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഏണിയുടെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തുക. ഏണിക്ക് പല സ്റ്റെപ്പുകളില്ലേ. പക്ഷേ ഏണി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വന്ന് കയറിയാവാം. പക്ഷേ പരിശുദ്ധാത്മാവിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നെങ്കിൽ ലിഫ്റ്റ് പോലെയാണത്. നമുക്ക് മുമ്പോട്ട് പോകണ പോലെ. മറ്റേത് നമ്മളിങ്ങനെ മസിലായിട്ട് ഓരോ എടുത്ത് വെക്കണ്ടേ. എല്ലാത്തിനും മെൻ്റൽ പ്രെയർ, വോക്കൽ പ്രെയർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥനകളുണ്ടെങ്കിലും അതിലെ ഏണികയറ്റം പോലെയാണ്. നമ്മൾക്ക് ഒരു ടയർ തരുന്ന സാധനം ഏണികയറ്റം പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വേർക്കും കുറച്ച് ചെയ്യുമ്പോൾ. പക്ഷേ ലിഫ്റ്റാണെങ്കിൽ വേർക്കത്തില്ല, നേരെ പോകും. പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത്. അമ്മയുടെ മധ്യസ്ഥം കൂടി ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ്. അത് ലിഫ്റ്റ് പോലെയാണ് സംഭവം. നമുക്ക് ടൈം കൺസ്യൂമല്ല. പക്ഷെ നമ്മൾ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാൽ, യോഗ കാണിച്ചാലും വേറെ എന്ത് അഭ്യാസം, പരിശുദ്ധാത്മാവില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൊണ്ട് കാര്യമില്ല. അപ്പം അതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പ്രയറിൽ എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ കുറേ വായിക്കുകയും പ്രാർത്ഥിക്കുകയും. കാര്യം പരിശുദ്ധാത്മാവിൽ നിന്നാണല്ലോ പ്രാർത്ഥനയുടെ എല്ലാം കിട്ടണം. നമുക്ക് സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ, അതൊക്കെ ഒന്നുമില്ലാതെ നമുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഇല്ലാതെ നമുക്ക് ഒരു പൂർണ്ണമായ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര പാടായിരിക്കും.